ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സ്റ്റാർട്ടപ്പ് മഹാകുംഭ്, നവസംരംഭകത്വത്തിലൂടെ വികസിത ഭാരതം. ോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന ഇന്ത്യയ്ക്ക് സ്റ്റാർട്ടപ്പുകൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. സ്റ്റാർട്ടപ്പുകൾ വെറും ബിസിനസ് സംരംഭങ്ങളല്ല, മറിച്ച് സാങ്കേതികവിദ്യ, വ്യവസായം, കൃഷി, തൊഴിൽ, സുസ്ഥിര വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യ പുരോഗതിയുടെ ചാലക ശക്തികളാണ്. ഇന്ത്യയെ വിജ്ഞാനാധിഷ്ഠിത സാമ്പത്തിക ശക്തിയായി പരിവർത്തനം ചെയ്യുന്നതിൽ സ്റ്റാർട്ടപ്പുകൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ത്യയ്ക്കുള്ളത്. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് രംഗം അതിവേഗം വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം മുതൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് എന്ന ഒരു ബൃഹത് പരിപാടിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത്. രണ്ടാമത് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് പരിപാടി ഇക്കഴിഞ്ഞ 3 മുതൽ 5 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്നു. 3000-ലധികം സ്റ്റാർട്ടപ്പുകളും 1000-ലധികം നിക്ഷേപകരും 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്ത മഹാമേള കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത അതിർവരമ്പുകൾ മറികടന്ന് നവീനാശയങ്ങൾ സ്വീകരിച്ച് 2047 ആഗോള നേതൃനിരയിലേക്ക് ഉയരാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് അനുസരണമായി സംഭാവന നൽകാൻ ശ്രീ പീയൂഷ് ഗോയൽ സ്റ്റാർട്ടപ്പുകളോട് അഭ്യർത്ഥിച്ചു. As the future of India, और 2047 में शायद भुवनेश्वर को छोड़ के हम में से तो और कोई नहीं होगा. You all are the sculptors of new India. You have to make Viksit Bharat 2047 happen. You have to go beyond the boundaries of our own thinking. Let's not limit ourselves with the past. ഈ വർഷത്തെ സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ 45-ലധികം സ്റ്റാർട്ടപ്പുകളുടെ പങ്കാളിത്തത്തോടെ ഗോത്ര സംരംഭകരും പരിപാടിയുടെ ഭാഗമായി. വിവിധ സ്റ്റോളുകളിൽ സജ്ജമാക്കിയ പ്രദർശനങ്ങൾ, പാനൽ ചർച്ചകൾ, ശില്പശാലകൾ, സംവാദങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായിരുന്നു ഈ മഹാമേള. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ 25ഓളം സ്റ്റാർട്ടപ്പുകൾ തങ്ങളുടെ നവീന ഉൽപ്പന്നങ്ങളും പരിഹാരങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും പരിപാടി സഹായകമായതായി മേളയിൽ പങ്കെടുത്ത കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സീനിയർ മാനേജർ അശോക് കുര്യൻ പഞ്ഞിക്കാരൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. സ്റ്റാർട്ടപ്പ് മഹാകുംഭിൻ്റെ 2ാം എഡിഷൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നടത്തിയത്. കേരളത്തിൽ നിന്നും ഏകദേശം 26ഓളം സ്റ്റാർട്ടപ്സ് അവരുടെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ അവസരം ലഭിച്ചു. അത് വളരെ ഉപയോഗപ്പെട്ടു സ്റ്റാർട്ടപ്പുകൾക്ക്. അവരുടെ പ്രോഡക്ട്സ് അവിടെ എക്സിബിറ്റ് ചെയ്യാനും അവിടെ വന്ന ഇൻവെസ്റ്റേഴ്സായിട്ടും ബിസിനസ് ആൾക്കാരുമായും ഗവൺമെൻറ്റുമായും വളരെ ഡീപ്പായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു. അതിലുപരി സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ വ്യത്യസ്തമായി പല രീതിയിലുള്ള ചലഞ്ചുകൾ നടന്നു. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടപ്പ് മഹാരഥി എന്ന് പറഞ്ഞൊരു ചലഞ്ച് നടന്നു. ആ ചലഞ്ചിൽ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ടപ്പുകളും വിജയിയായി എന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം. പ്രധാനമായും ടെക്നോളജി, ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പാനൽ ഡിസ്കഷൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പുതിയ ടെക്നോളജി അല്ലെങ്കിൽ എമർജിംഗ് ടെക്നോളജിയിലേക്ക് ഉള്ളൊരു തോട്ട് പ്രോസസ്സ് എങ്ങനെ കൊണ്ടുവരാം, ഗവൺമെൻറ് എന്താണ് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്ത് തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളാണ് മുമ്പോട്ട് വരേണ്ടത് എന്നുള്ള വളരെ ഓപ്പൺ ആൻഡ് ബോൾഡ് സ്റ്റേറ്റ്മെൻ്റാണ് നമ്മുടെ കേന്ദ്രമന്ത്രി നടത്തിയത്. എന്നാൽ സ്റ്റാർട്ടപ്പുകൾ ഇതിനെ ഒരു ചലഞ്ചായിട്ട് ഇട്ടിടുകയും അദ്ദേഹം പറഞ്ഞ പുതിയ എമർജിംഗ് ടെക്നോളജികൾ അല്ലെങ്കിൽ ഡീപ്പ് ടെക്നോളജികളിൽ വർക്ക് ചെയ്യാൻ സന്നദ്ധരായി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഡീപ്പ് ടെക്നോളജികൾ ആയിട്ട് മുമ്പോട്ട് വരുന്ന ഒരു കോർ എക്കോസിസ്റ്റമായി വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ പദ്ധതികളും പുതിയ ഫണ്ടിംഗ് ഓപ്പർച്യൂണിറ്റീസും കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്.
സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു സ്റ്റാർട്ടപ്പ് മഹാരഥ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സംരംഭങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും പ്രോത്സാഹനങ്ങൾ നേടുന്നതിനുമുള്ള അവസരമാണ് ഇതിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ മഹാരഥ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിൽ നിന്നുള്ള ക്വാണ്ടം വീവ്സ് ഇന്റലിജൻസ് എന്ന ഡീപ് ടെക് സ്റ്റാർട്ടപ്പിന്റെ സിഇഒയും ഓണററി ഡയറക്ടറുമായ ഡോക്ടർ സാബു എം തമ്പി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ നടന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇവന്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു മുന്നേറ്റമായി തന്നെ ഞങ്ങൾ കരുതുന്നു. അനുഭവ സമ്പന്നരായ മുതിർന്ന സംരംഭകരെയും യുവ സംരംഭകരെയും ഒരേ വേദിയിൽ ഒന്നിച്ചത് ഒരു വലിയ പ്രചോദനമായിരുന്നു. ഞങ്ങളുടെ സെക്യൂർ സ്കൈ എന്ന ഡ്രോൺ സൈബർ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് ഡിഫൻസ് ആൻഡ് സ്പേസ് ട്രാക്കിൽ സ്റ്റാർട്ടപ്പ് മഹാരഥി ചലഞ്ച് വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. GPS സ്പൂഫിംഗ്, ഡ്രോൺ ഹൈജാക്കിംഗ്, കമാൻഡ് ഇഞ്ചക്ഷൻ, ഇന്റലിജൻസ് ലീക്സ് എന്നിവ തടയുന്നതിനായി പോസ്റ്റ് കോൺടാക്ട് ക്രിപ്റ്റോഗ്രഫി, ഫിസിക്കൽ അൺക്ലോണബിൾ ഫംഗ്ഷൻസ്, ബ്ലോക്ക് ചെയിൻ, മെഷീൻ ലേണിംഗ് തുടങ്ങിയ കട്ടിംഗ് എഡ്ജ് ടെക്നോളജികൾ സെക്യൂർ സ്കൈയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇൻവെസ്റ്റർ കണക്ട്, അക്കാദമിക് കൊളാബറേഷൻ, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് തുടങ്ങിയ നിരവധി സാധ്യതകൾ ഈ മഹാകുംഭ് ഞങ്ങൾക്ക് നൽകി. ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സുസ്ഥിര വികസനം എന്നത്. ഊർജ്ജ ഉപഭോഗത്തിലെ സ്ഥായിയായ മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കാൻ സഹായിക്കുകയും സുസ്ഥിര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദിശയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്റ്റാർട്ടപ്പുകളുമായി ആശയവിനിമയം നടത്താനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സ്റ്റാർട്ടപ്പ് മഹാകുംഭ് സഹായകമായതായി കേരളത്തിൽ നിന്നുള്ള ആൽഫ ഗീക്ക് സ്റ്റാർട്ടപ്പ് സിഇഒ അൻഷ നാജി പറഞ്ഞു. ഞങ്ങളുടെ സീറോ വാട്ട് എന്ന പ്രോഡക്റ്റ് വലിയ ഇൻഡസ്ട്രീസിലും കൊമേഴ്ഷ്യൽ ഫെസിലിറ്റീസിലും എനർജി ഉപയോഗം കുറയ്ക്കാൻ സഹായകരമായ ഉണ്ടാക്കിയതാണ്. IoT ആൻഡ് AI വെച്ച് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. വലിയ ഇൻഡസ്ട്രീസും കൊമേഴ്ഷ്യൽ ഫെസിലിറ്റീസിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എനർജി വേസ്റ്റേജസ് ഇത് കണ്ടെത്തുകയും അത് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി 30% വരെ എനർജി കോസ്റ്റ് ആൻഡ് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ മാസം ന്യൂഡൽഹിയിൽ നടന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടപ്പ് ഇവന്റ് ആയിരുന്നു അത്. ഞങ്ങൾക്ക് ധാരാളം ഇൻവെസ്റ്റർ കോൺവെർസേഷൻസും വളരെയധികം പൊട്ടൻഷ്യൽ ക്ലയൻസുമായിട്ടുള്ള കോൺവെർസേഷൻസും എല്ലാം ഇതുവഴി നടന്നു. ശരിക്കും ഇങ്ങനെയുള്ള ഈവൻറ്റ്സ് ആണ് ഇന്ത്യയെ ലോകത്തിൽ തന്നെ ഒരു ഇന്നൊവേഷൻ ഹബ്ബായി മാറ്റാൻ സാധിക്കുന്നത്. നവീന ആശയങ്ങളിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവ വിപുലീകരിക്കുന്നതിനും പിന്തുണ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള ഈ ഉദ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ശക്തമായൊരു സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സജ്ജമാക്കുന്നതിന് വഴിയൊരുക്കുന്നത്. ഇത്തരത്തിൽ 2015 സംസ്ഥാനത്ത് സ്ഥാപിതമായ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക വ്യക്തമാക്കുന്നു. പൊതുജനങ്ങൾ പൊതുവേ കരുതുന്നത് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഒരു വിവരസാങ്കേതിക വിദ്യാ മേഖലയിൽ അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെന്നാണ്. അങ്ങനെയല്ല. അഗ്രികൾച്ചർ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ആരോഗ്യ പരിരക്ഷ, മാലിന്യ സംസ്കരണം, IT ഇങ്ങനെ പല മേഖലകളിലായി പ്രവർത്തിക്കുന്ന 6400 പരം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. സാങ്കേതിക വിദ്യയെ അധിഷ്ഠിതമായ ഒരാശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊരു വിപണി മൂല്യം അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് വിപണിയിൽ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമായോ സേവനമായോ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗ്രാൻഡുകൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഗ്രാൻഡുകൾ grants.startupmission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ 15 ലക്ഷം രൂപ വരെയുള്ള ഗ്രാൻഡുകൾ ഈ ആശയത്തിനെ ഒരു രൂപകൽപ്പന ചെയ്യാനായി ഒരു പ്രോഡക്റ്റിന്റെ രൂപത്തിലേക്ക് എത്തിക്കുന്നതിനായി നിങ്ങൾക്ക് ഗ്രാൻഡിന്റെ രൂപത്തിൽ ലഭ്യമാണ്. ഇനി അത് കഴിഞ്ഞാൽ മറ്റു പല ധനസഹായങ്ങളും KSIDC, KFC, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ വഴിയെല്ലാം നിങ്ങൾക്ക് കൂടുതൽ മൂലധനം എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലും സ്റ്റാർട്ടപ്പ് മിഷൻ പങ്കാളികളാവും. അതുകൂടാതെ ബിസിനസ് ഡെവലപ്മെന്റ്, അതായത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ഒരു വിപണി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും മാർക്കറ്റിംഗ്, സെയിൽസ് മുതലായ കാര്യങ്ങൾക്കും സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ സഹായം നൽകാറുണ്ട്. ഇനി ഇതുകൂടാതെ കേരളത്തിലുടനീളം ഏകദേശം 10 ലക്ഷം ചതുരശ്ര അടി ഇൻക്യുബേഷൻ സ്പേസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വന്നിരുന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, നിങ്ങൾക്കൊരു പുതിയ ഉൽപ്പന്നം പ്രോട്ടോടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ ഒരു രൂപകൽപ്പന നടത്തണം, ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഫാബ് ലാബുകളും സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായി ലഭ്യമാണ്. ഏകദേശം 550ഓളം കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഇന്നൊവേഷൻ ഓൺടർപ്രണർ
ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് വഴിയാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ സംരംഭകത്വം വളർത്താനായി സ്റ്റാർട്ടപ്പ് മിഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഐഡിയ ഫെസ്റ്റുകൾ പോലെയുള്ള പരിപാടികൾ നമ്മൾ നിരന്തരം നടത്തുന്നു. ഹാക്കത്തോൺസ് നമ്മൾ നിരന്തരം നടത്തുന്നു. ഒരു ചോദ്യം എപ്പോഴും വരുന്നത്, എന്താണ് ഈ സ്റ്റാർട്ടപ്പും സാധാരണ ഒരു കച്ചവടവും തമ്മിലുള്ള ഒരു വ്യത്യാസം? ഏതെങ്കിലും ഒരു കട തുടങ്ങുന്നതിനെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് സാധാരണ ഉയരുന്ന ഒരു ചോദ്യം. അങ്ങനെയല്ല. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഒരു പുതിയ ഉൽപ്പന്നം, അത്തരത്തിൽ വരുന്ന കാര്യങ്ങളെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിന് സഹായിക്കുന്ന ജൈവവള നിർമ്മാണ സംരംഭമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ 2 സ്റ്റാർട്ടപ്പ് ഗ്രാന്റുകൾ നേടിയ ബ്ലാക്ക് ഫൈ ടെക്നോളജീസ്. ഗവൺമെന്റിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണ സംരംഭം വിപുലമാക്കുന്നതിൽ ഏറെ സഹായിച്ചതായി കമ്പനിയുടെ സ്ഥാപകൻ അനൂപ് കേസി സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യമായിട്ട് 2020 ഞങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 10 ലക്ഷം രൂപയുടെ നിധി പ്രയാസ് എന്ന ഗ്രാന്റ് നേടിക്കൊണ്ട് ഞങ്ങൾ കോഴിക്കോടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററായി. ഞങ്ങൾ തിരഞ്ഞെടുത്ത ഫീൽഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു. വേസ്റ്റ് മാനേജ്മെന്റിൽ പുതിയ രീതികൾ കണ്ടെത്തുകയും അതിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതിന് NITയുടെ അകമഴിഞ്ഞ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. കൂടാതെ 2023 ഞങ്ങൾക്ക് സെൻട്രൽ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ RKVY റഫ്താർ എന്ന ഗ്രാന്റ് ആയ 20 ലക്ഷം രൂപ നേടുകയും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റ് ആവുകയും ചെയ്തു. ഇതിനുശേഷം 2024 ഏപ്രിൽ മാസം മുതൽ കോഴിക്കോട് സിറ്റിയുടെ ഫുൾ ഓർഗാനിക് വേസ്റ്റും ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതും കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതും. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം റിക്വയർമെന്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കൊരു സയന്റിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ വലിയ ലാബ് സൗകര്യങ്ങൾ ഉണ്ടാക്കാനോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനും പല സ്കീമുകൾ വിടുന്ന സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ നേടിക്കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ഇവിടെ ഇൻക്യുബേറ്റ് ചെയ്യാനും ഈ റിസർച്ചിന് വേണ്ടിയുള്ള ഗ്രാൻഡായിട്ട് നമുക്ക് ഈ തുകകൾ ഉപയോഗിക്കാനും കഴിയുന്നു. അതിന്റെ ഏറ്റവും കൂടുതൽ ലാഭം നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും യുവാക്കളെല്ലാം മാക്സിമം സ്റ്റാർട്ടപ്പിന്റെ വിവിധ സ്കീമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇൻക്യുബേറ്റ് ആവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള നവീനാശയങ്ങൾ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റിയെടുക്കാൻ രാജ്യത്ത് ഇന്ന് നിരവധി അവസരങ്ങളാണുള്ളതെന്നും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സ്റ്റാർട്ടപ്പ് സംരംഭമായ പ്രകേത ഇന്നോടെക് കമ്പനിയുടെ സ്ഥാപകൻ MG വൈശാഖ് അഭിപ്രായപ്പെടുന്നു. 2012 എൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിൽ ചെയ്ത ഒരു പ്രൊജക്റ്റാണിന്ന്. ചില ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് എല്ലാ രീതിയിലും യൂസ്ഫുൾ ആകുന്ന പോലെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ 4-5 വർഷത്തെ സ്റ്റാർട്ടപ്പ് ജേർണിയിൽ ഒരുപാട് ചാലഞ്ചസും ഹഡിൽസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു ഓൺടർപ്രണർഷിപ്പ് ലൈഫിൻ്റെ ഭാഗമാണിതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ആരുടെയെങ്കിലും മനസ്സിലൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയുടെ വാല്യൂ എത്രമാത്രം വലുതാണെന്ന്, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എന്ത് വലിയൊരു ഇമ്പാക്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇന്ന് നമ്മുടെ എക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സോ ഡെവലപ്ഡ്. അത് നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ആയിക്കോട്ടെ, ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ആയിക്കോട്ടെ, സർട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ, ഏത് കാര്യത്തിനും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസ് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ ഒരു റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നൂതനാശയങ്ങളും പരസ്പര സഹകരണവും വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംരംഭകത്വ വിജയത്തിന്റെ അടുത്ത തരംഗത്തിന് അടിത്തറ പാകിയിരിക്കുകയാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025. സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പ് വിജയകരമായി പൂർത്തിയായതോടെ ഇന്ത്യയുടെ സംരംഭകത്വ സാഹചര്യങ്ങൾ കൂടുതൽ ശക്തിയാർജിക്കുകയും അത് ആഗോളതലത്തിൽ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാകാനുള്ള ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.